ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പനിക്കൂർക്ക എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പനിക്കൂർക്കയിലേക്ക് പോകാം. പനിക്കൂർക്ക, ഞാവര, ഇന്ത്യൻ റോക്ക് ഫോയിൽ, ഇന്ത്യൻ ബോർക്കിഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കുടുംബം ലാമിയേസിയ. ശാസ്ത്രീയ നാമം പ്ലെക്ടോന്തറസ് ആംബോനിക്കസ്. ഹോർത്തസ് മലബാറിക്കസിലെ 9ാം വാല്യത്തിൽ പരാമർശിക്കുന്ന സസ്യം. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് പനിക്കൂർക്ക. ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ താഴ്ന്നു വളരുന്ന ഔഷധ സസ്യമാണ്. മിക്ക വീടുകളിലും ഉദ്യാനങ്ങളിലും കാണപ്പെടുന്നു. കന്നിക്കൂർക്ക, കർപ്പൂരവല്ലി എന്നിങ്ങനെ പേരുകളിൽ വിളിക്കപ്പെടുന്നു. മണ്ണിൽ നിന്ന് അധികം ഉയരമല്ലാതെ പരന്നു വളരുന്ന ഒരു ബഹുവർഷി ഔഷധിയാണിത്. 30 മുതൽ 80 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരും. ഇവയുടെ കാണ്ഡം ശിഖരിതമാണ്. ശാഖാഗ്രങ്ങൾ ഉയർന്നു വളരും. ഇളം തണ്ടുകളും ഇലകളും ഇളം പച്ച നിറത്തിലുള്ള മൂത്ത തണ്ടുകൾ ഇളം തവിട്ട് നിറത്തിലും കാണപ്പെടുന്നു. ഇലകളും തണ്ടുകളും രോമാവൃതവും രസഭരവുമാണ്. ഇവയ്ക്ക് നല്ല സുഗന്ധവുമാണ്. സമൂഹമായി വിന്യസിച്ചിരിക്കുന്ന ഇലകൾക്ക് ത്രികോണാകാരം. കട്ടിയുള്ള ഇലയ്ക്ക് 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ നീളമുണ്ടാവും. അഗ്രം മുനയുള്ളതാണ്. വാളിൻ്റെ വാഴ്ത്തലയിലുള്ളതുപോലുള്ള പല്ലുകൾ പാർശ്വങ്ങളിലുണ്ട്. ഇവയുടെ പ്രതലം നേരിയ തോതിൽ പരുപരുത്തതാണ്. പിങ്ക് നിറത്തിലുള്ള ചെറിയ പൂക്കൾ ശാഖാഗ്രത്തിലുണ്ടാവുന്ന പൂന്തണ്ടിൽ അകലം വിട്ടുള്ള സ്ഥലങ്ങളിൽ കൂട്ടങ്ങളായി കാണപ്പെടുന്നു. തണ്ട് മുറിച്ച് നട്ടാണ് പുനരുത്ഭവം നടത്തുന്നത്. ഇലകളുടെ സുഗന്ധത്തിന് കാരണം അവയിലടങ്ങിയിട്ടുള്ള ജൈവ സംയുക്തങ്ങളാണ്. വിവിധങ്ങളായ ആൽക്കലോയിഡുകൾ, കാർഫക്രോൾ, ടൈമോൾ, യൂജിനോൾ, ചാവിക്കോൾ, ഫ്ലേവനോയിഡുകൾ, കർപ്പൂരം, റോസ്മാരിനിക് ആസിഡ്, ക്ലോറോജനിക് ആസിഡ്, ക്ലോറോഫിലിൻ, ഇഥൈൽ സാലിസിലേറ്റ് ഇവയിൽ ചിലതാണ്. പനിക്കൂർക്കയുടെ ഇല പരമ്പരാഗതമായി രോഗചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു. ഇതിൻ്റെ തണ്ടും ഇലകളുമാണ് ഔഷധത്തിനായി ഉപയോഗിക്കുന്നത്. പനി, ജലദോഷം, ചുമ, ആസ്മ, തലവേദന, വയറുവേദന, ദഹനക്കുറവ്, മൂക്കടപ്പ്, അപസ്മാരം, പല്ലുവേദന, ചെവിവേദന എന്നിങ്ങനെ അനേക രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി ഇതിൻ്റെ ഇലച്ചാർ ഉപയോഗിക്കുന്നു. ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ആവി കൊള്ളുന്നത് മൂക്കടപ്പിനും ജലദോഷത്തിനും പ്രതിവിധിയാണ്. ഞാവരയുടെ ഇല ഇതേ രൂപത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഉദാഹരണം സൂപ്പ്, മണത്തിനായി ചേർക്കുന്നു. ചില രാജ്യങ്ങൾ റൊട്ടിക്കും വെണ്ണയ്ക്കും ഒപ്പം ഞാവരയില ഭക്ഷിക്കും. അലർജി ഉണ്ടാക്കാത്തതിനാലും മറ്റേത് വസ്തുവിനോടും യോജിച്ച് പ്രവർത്തിക്കുന്നതിനാലും സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളിലും ഞാവര ഇല ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ഞാവരയിലയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. കൂടാതെ ഇത് പണ്ട് കാലങ്ങൾ സ്ലേറ്റ് ഉപയോഗിച്ചിരുന്നപ്പോൾ സ്ലേറ്റ് പെൻസിൽ വെച്ച് എഴുതുമ്പോഴത്തേക്ക് അതിൽ മായ്ക്കാനായി ഉപയോഗിച്ചിരുന്നു. കുറച്ച് ജലാംശം ഇതിൽ നിൽക്കുന്നതുകൊണ്ട് സ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് മായ്ക്കാൻ വളരെ ഉപയോഗപ്രദമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാവരയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.